എല്ലാവർക്കും നമസ്കാരം. സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ സേഫ് ആണെന്ന് വിചാരിക്കണം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം സമയമില്ലാത്തവർക്കും അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അരിയൊക്കെ കുതിർത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൊടിയുടെ ഇത് കാണിക്കുന്നത്. മറ്റേ അരി വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഇതിന് മുമ്പ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കുകളൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ പകുതി തേങ്ങ, എത്ര നമ്മൾ ഈ അരിയോ പൊടിയോ എടുക്കണോ അതിൻ്റെ പകുതി തേങ്ങ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരി എടുത്തപ്പോൾ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും 1-2 വെളുത്തുള്ളി, 1/2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെള്ളയായാലും ബ്രൗൺ ആയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. പക്ഷേ ഈ അരിപ്പൊടി നമുക്ക് ഡയറക്റ്റ് മിക്സിയിലേക്ക് ചേർത്ത് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്ന് ലൂസാക്കി അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചത് ഇതുപോലെ ലെവലാക്കി വെക്കണം. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-2.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അവൽ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് അതിനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അല്ല കപ്പി കാച്ചണമെന്നുണ്ടെങ്കിൽ കപ്പി കാച്ചാം. ഞാൻ കപ്പി കാച്ചി കാണിക്കുകയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ നമ്മുടെ പത്തിരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3-4 സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെടുത്ത് വെച്ച തേങ്ങയും അവലും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ നല്ലപോലെ അരച്ചെടുക്കണം. വീണ്ടും ഞാൻ പറയാണ്, ഈ കപ്പിക്ക് പകരം നിങ്ങൾക്ക് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് തന്നെ അപ്പം ചുടേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും 1-1.5-2 സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതൊരു നല്ല ഗ്ലേസിങ് കിട്ടാനും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ്. ഈസ്റ്റും ഉപ്പും വെളിച്ചെണ്ണയും ഒന്നും ഞാനിപ്പോൾ ചേർക്കണില്ല കേട്ടോ. അതെപ്പോഴും ചേർക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കലക്കി വെച്ചേക്കണ അരിയുടെ മാവുണ്ടല്ലോ, ആ മാവും കൂടെ കൂടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. ഞാൻ ഈ മാവൊക്കെ കൂടി കൂടിയിട്ട് തലേ ദിവസം അരച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പിറ്റേ ദിവസം, അതായത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാവ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വയ്ക്കുക. ഒരു 4-5 മണിക്കൂർ മാർജിൻ, അതായത് അത്രയും സമയം നമുക്ക് വേണം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ മാവ് പുറത്തിറക്കി വെച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ ഉപ്പും 1-1.5-2 ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ മാത്രം ചേർത്ത് വെച്ചാൽ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം ഈസ്റ്റൊക്കെ ചേർത്തേക്കുന്നതാണ്. അപ്പോൾ അതെല്ലാ സ്ഥലത്തേക്ക് എത്താൻ പാകത്തിന് മിക്സ് ചെയ്യണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഈ മാവിന് ഇപ്പം നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുക്കറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ചൂടാക്കുക. ഒരുപാടങ്ങ് തിളച്ച് പോകരുത്. ചൂടാക്കിയിട്ട് നമ്മളുടെ ഈ അപ്പത്തിൻ്റെ ബാറ്ററില്ലേ, ആ ബാറ്റർ അത് മേലേക്ക് വെച്ചിട്ട് മൂടി വെച്ചിട്ട് പിന്നെ ഒരു 5 മണിക്കൂറാണ്. അതാണ് ഞാനൊരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരു 4-4.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മാവ് നല്ലപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പതുക്കെ ഒന്ന് കറക്കി കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഇതിനെ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പത്തിൻ്റെ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കണം. ഒരു ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കണം. ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി പാൻ്റെ അകത്തേക്ക് ഒരു 1.5 കയ്യിൽ, ഞാൻ ഈ എടുത്തേക്കണ സ്പൂൺ നിങ്ങൾക്ക് കാണാമല്ലോ, അതിൽ ഞാൻ ഒരു 1.5 ഇതാണ് മെഷർ ചെയ്ത് ഒഴിച്ചേക്കണം. അത് ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ചട്ടിയുടെ ചുറ്റിൽ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു ലെഡിട്ട് അതിനെ മൂടുക. ഇവിടെ എല്ലാവർക്കും ഈ അപ്പം നല്ലപോലെ മുരിച്ച് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ നല്ലപോലെ ഒന്ന് സൈഡൊക്കെ മുരിച്ചതിന് ശേഷമാണ് ഇതിനെടുക്കുന്നത്. അപ്പം അതിൻ്റെ പാകം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ചുട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. ഈ പാലപ്പം എന്ന് പറയുന്നത് എപ്പോഴും അരി കുതിർത്തി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അരി കുതിർത്താനൊക്കെ നേരമില്ലാണ്ടാകുമ്പോൾ ഈ അരിപ്പൊടി ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേ.